ഒന്നോ രണ്ടോ തവണയാണ് നിറം മാറുള്ളൂ, അല്ലെങ്കിൽ ഒരു തവണയൊക്കെയാണ് മാക്സിമം നിറം മാറുള്ളൂ. മനുഷ്യൻ അങ്ങനെയൊന്നുമല്ല, പല ടൈപ്പ് ഉണ്ട്, പല ടൈപ്പിൽ നിറം മാറിക്കൊണ്ടിരിക്കും, പല രൂപത്തിൽ, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു വ്യക്തി തന്നെയാണ് ഈ പറഞ്ഞ വേടൻ. അദ്ദേഹം ആ ഒരു പാട്ട് പാടുന്നതുകൊണ്ടും അല്ലെങ്കിൽ ആ റാപ്പ് നടത്തുന്നതുകൊണ്ടും ആ വരികൾ ഉണ്ടാക്കുന്നതുകൊണ്ടും മാന്യനാണോ അല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത് ഒരിക്കലും. അദ്ദേഹത്തിനും ഒരു ഫേസ് ഉണ്ട്, അദ്ദേഹത്തിനും നമ്മളെ കാണാത്തൊരു രൂപമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. മക്കളെ ഒരിക്കലും തോന്നണ അപ്പനെ കൊല്ലാന്നൊക്കെ ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണല്ലോ വേടനെ കൊണ്ടുപോകുന്ന പറയുന്നത്. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. വേടൻ എന്നുള്ള റാപ്പർ ആയതിനു ശേഷം ഇത്രയും പബ്ലിസിറ്റി കിട്ടിയിട്ട് ഒരു ഡ്രഗ്സ് പിടിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് കഞ്ചാവ് പോലുള്ള മാരലഹരികൾ പിടിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആദ്യമായിട്ടുള്ള സംഭവം. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴല്ല ആശാൻ അടുപ്പിൽ ഷിറ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം, ആ ഒരു സംഭവത്തിലേക്കാണ് ഈ ഒരു സംഭവം പോയത്. കാരണം അദ്ദേഹം സ്റ്റേജുകളിലും മറ്റുള്ള വേദികളിലൊക്കെ ഇതിനെതിരെയായിട്ട് സംസാരിക്കുന്നു. അതിന്റെ മുകളിൽ കൂടെ തന്നെ ഇദ്ദേഹം യൂസ് ചെയ്യുന്നു. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി. കാരണം ഞാനോ നിങ്ങളോ ആരാണെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ആ ഒരു വ്യക്തിയല്ല. 2-3 ഫേസൊക്കെ ഉണ്ട് ഓരോ മനുഷ്യനൊക്കെ ഇന്ന് കാലഘട്ടത്തിൽ. പല ടൈപ്പായിട്ട് പല ഓന്തിനേക്കാൾ വളരെ വീര്യം കൂടിയതാണ്. സമയത്തിനനുസരിച്ച് നിറം മാറുന്ന ആൾക്കാരൊക്കെയാണ് ഇന്ന് മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് അത് റിയൽ അല്ല, അത് റീലാണ് എന്ന് ചിന്തിക്കുക. അത് വീഡിയോയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ കരിയറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം ജീവിക്കുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ആ റാപ്പറായിട്ടല്ല. പിന്നെ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ റാപ്പറെ ഇഷ്ടപ്പെടാനായിട്ട് ഈ വേടൻ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ മതപരമായിട്ടൊക്കെ എതിർപ്പുള്ള ഒരുപാട് പേരുണ്ടാവും. രാഷ്ട്രീയക്കാരുണ്ടാവും, മതപരമായിട്ട് എതിർപ്പുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അറിയ പറയുന്ന പല വാക്കുകളും ഉണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ടു പോകും. കാരണം അത്രയും വ്യക്തമായിട്ടാണ് മുഖം നോക്കാതെ അദ്ദേഹം ആ റാപ്പിലൂടെ അത് എഴുതിയാതെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതിലെ പല കാര്യങ്ങളും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പിന്നെ ഈ 5 ഗ്രാം കഞ്ചാവ് പിടിച്ചതെന്ന് പറഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടി പുറത്തിറങ്ങാവുന്ന സംഭവമുള്ളൂ. പിന്നെ ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല. വേടൻ എന്നുള്ള റാപ്പർ ആവണേന് മുമ്പ് ഇദ്ദേഹത്തിന് പിടിച്ചതിനൊരു ന്യൂസ് ഉണ്ട്. അത് മറുനാടൻ മലയാളീസിൽ വരുന്ന ഒരു ന്യൂസ് ഉണ്ട്. അതൊന്ന് കേട്ടു. ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. കുറെ ആൾക്കാർ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. കുറെ ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുക, വേടൻ അത് ഇത്രയും പബ്ലിസിറ്റി ആയതുകൊണ്ടല്ലേ, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ന്യൂസ് വരുന്നത്, അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ല അല്ലെങ്കിൽ മറ്റോതാണ് ഈ 5 ഗ്രാം കഞ്ചാവൻ ന്യൂസ് വരില്ലേ എന്ന്. ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് പിടിച്ചൊരു സംഭവം ഒന്നുമല്ല, ഇതിന് മുന്നും പിടിച്ചാണ്. നിങ്ങൾ അറിയുന്നതിന് മുന്നും നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ അറിയിക്കുന്നതിന് മുന്നേ ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞ പോലെ കാറിൽ നിന്ന് ഇതുപോലെ തന്നെ ലഹരി പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ പാട്ടിന് ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പാഷൻ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അദ്ദേഹത്തെ പോലെ ആവാൻ വേണ്ടി